ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്നോ സ്റ്റോമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടേക്ക് പോണേക്കാൻ മുന്നേ നമ്മൾ ചാലക്കുടി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. നമ്മളെവിടേക്കാണ് വന്നേക്കണേ? നമ്മളെവിടേക്ക് പോണേ? മഞ്ഞിക്ക്. അതിന്റെ ഉള്ളിൽ സ്നോ വേൾഡ് ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എനിക്ക് പേടിയാ ഹൈറ്റ്. ഞാനൊന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ അപ്പ വിളിച്ചപ്പോഴാണ് അവൻ ഫോട്ടോ എടുക്കുന്നത് കാണിച്ചു വിടുന്നത്. സ്നോ സ്റ്റോമിലെത്തി. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഹാളിലേക്ക് കയറ്റും. അതിനുശേഷം അവർ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ബാഗിലെടുത്ത് വെക്കാൻ പറയും. പിന്നെ നമുക്ക് സോക്സ് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ബൂട്ട്സും പിന്നെ ഗ്ലൗസും ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവർ തരും. എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ബൂട്ട്സ് നമ്മുടെ സൈസിനുള്ള ഷൂവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അവർ നോക്കും. പിന്നെ നമ്മളെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്യണ ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവർ ഒരു -10 ഡിഗ്രി എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഉള്ളിലെ തണുപ്പ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ റിസ്കിൽ കൊണ്ടുപോകാം, കാരണം ഇത്രയ്ക്കും ഇതിൽ ഫോൺ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫോണൊക്കെ അകത്തേക്ക് എടുത്തു. അപ്പോൾ ഇതെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്ര തണുപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഇപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ അവർ ഓരോ ബാച്ച് ആയിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബാച്ചിനുള്ളത് വന്നത്. അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ മൊബൈലിലെടുത്ത് വീഡിയോസൊന്നും എടുക്കാനുള്ളത് കിട്ടിയില്ല. കാരണം ഗ്ലൗസ് ഊരി കഴിഞ്ഞാൽ പിന്നെ കൈ മരവിച്ച് പോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കയറിയതിൽ പകുതി ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങി വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. കാരണം ആർക്കും അത്ര തണുപ്പ് പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ഇതേ കുറച്ചായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഈ ഒരു കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. പിന്നെ മെയിനായിട്ടുള്ളത് DJ പാർട്ടി ആയിരുന്നു. അപ്പോൾ നമ്മൾ അവർ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ കിടന്ന് ഡാൻസ് കളിക്കുക.
മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ ചെറിയ കുട്ടികൾക്കും കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് പ്രശ്നം വരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല സോക്സും ഗ്ലൗസൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരം അതിൻ്റെ ഉള്ളിൽ പിടിച്ച് നിൽക്കാം. പിന്നെ ഇവർ പറയണ പോലെ -10 ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.